നന്ദി പ്രമേയ ചർച്ച തുടരുകയാണ്. കെ ശൈലജ കഴിഞ്ഞു എന്നുള്ളതാണ് 5 വർഷത്തെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് ഡയറക്ഷനാണ്. സ്ട്രാറ്റജിക് വിഷൻ ഉണ്ടായിരിക്കും ഒരു ഗവൺമെൻറ്റിന്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പതറാതെ നിന്നുകൊണ്ട് അതിനെ ജനങ്ങളുടെ പിൻബലത്തോടു കൂടി നേരിടാൻ കഴിയുമെന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് ഗവൺമെൻറ്റിന് ഊർജം പകർന്നിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ആശ്വാസം പകർന്നിട്ടുണ്ട്. അവരുടെ ശക്തമായ പിന്തുണ ഗവൺമെൻറ്റിനുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുഡ് ഗവേണൻസിൻ്റെ മറ്റൊരു കാര്യം പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് കേരള ജനത നോക്കിക്കണ്ടതാണ്. തീരുമാനിക്കുന്ന ഒരു കാര്യങ്ങളും കടലാസിൽ ഉറങ്ങാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ് എന്ന് തെളിയിച്ചൊരു ഗവൺമെൻറ്റായിരുന്നു കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങളും തുടർന്നു വരുന്ന ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതും മഹാപ്രളയങ്ങളെയും ചുഴലിക്കൊടുങ്കാറ്റുകളെയും ഇതുപോലുള്ള മഹാമാരികളെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് അക്കൗണ്ടബിലിറ്റിയാണ്. കേരളത്തിൻ്റെ ഓരോ ഫയലിലും ഉറങ്ങിക്കിടക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരോടും അങ്ങനെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ഫയലുകൾ നീങ്ങുന്ന കാര്യത്തിൽ വമ്പിച്ച മാറ്റമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത്. അതിൻ്റെ കൃത്യമായ പരിശോധനയിലൂടെ ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ ഇടപെട്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതും പിണറായി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. ഗുഡ് ഗവേണൻസിൻ്റെ 5ാമത്തെ കമ്പോണൻ്റായിട്ട് പഴയ കാലത്ത് തന്നെ പറഞ്ഞു പോകുന്നത് ഫെയർനെസ്സാണ്, ഇക്വിറ്റി, റൂൾ ഓഫ് ലോ, ഇതാണ് പറഞ്ഞിരുന്നത്. ഇതും നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ വളരെ തുല്യത ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന്. പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും യാതൊരു വകഭേദവുമില്ലാതെ ആളുകൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് ഈ ഗവൺമെൻറ് പരിശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ അനന്തരഫലമായിട്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചതും ഈ ഗവൺമെൻറ്റിനെ വീണ്ടും തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങളിലെ മഹാഭൂരിപക്ഷവും തയ്യാറായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. ഈ പ്രവർത്തനങ്ങളുടെ ഇതുപോലുള്ള ഗുഡ് ഗവേണൻസിൻ്റെ തുടർച്ചയാണ് നമുക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് നയപ്രഖ്യാപന പ്രസംഗം സൂക്ഷ്മമായി വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സാർ, ഇവിടെ ഡെമോക്രസിയുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയാണ് നീങ്ങിയത് എന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഞാൻ കോൺഗ്രസ്സിലേക്ക് വരാം. കാരണം കോൺഗ്രസ് ഈ രാജ്യം ദീർഘകാലമായിട്ട് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിയായിട്ടുള്ള പാർട്ടിയും കോൺഗ്രസ്സാണ്. പക്ഷേ ആ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനെതിരെ വീണ്ടും വിമർശനങ്ങളുമായി കെ ശൈലജ. നന്ദി പ്രമേയം ചർച്ചയ്ക്ക് തുടക്കമിട്ടത് കെ ശൈലജ. ആദ്യമായിട്ടാണ് ഒരു വനിതാ അംഗം നിയമസഭയിൽ. നന്ദി.